ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിൻ്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നാം ഇന്ന് ധ്യാനിക്കുന്നതായ 8-ാമത്തെ സങ്കീർത്തനത്തിൽ 2 പ്രാവശ്യം ആവർത്തിക്കുന്ന 8-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലും ഒടുവിലത്തെ വാക്യമായ 9-ാമത്തെ വാക്യത്തിലും ആവർത്തിക്കുന്ന വാക്യമാണ് ഞാനിവിടെ ഉദ്ധരിച്ചത്. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിൻ്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. വന്ദനം എല്ലാ പ്രിയപ്പെട്ടവർക്കും. ഗ്രീറ്റിംഗ്സ് ടു ഓൾ ഓഫ് യു. കർത്താവാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഞാൻ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. കർത്താവ് നമുക്ക് നൽകിത്തന്ന ദിവസങ്ങൾക്കായി, ഈ ദിവസത്തിനായെല്ലാം കർത്താവിന് ഒത്തിരി നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യണം. ഈ ഭൂമിയിൽ ജീവിപ്പാൻ നമുക്ക് ഒരാഴ്ച കൂടെ കൃപ നൽകിയ ദൈവത്തിൻ്റെ ആ കരുണയും കൃപയും ഓർത്ത് ഒത്തിരി നന്ദിയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടത്താണ്, ഒരു വിർച്വൽ പ്ലാറ്റ്ഫോമിലാണ്, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് ഭൂരിഭാഗം ആളുകളും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതെങ്കിലും ദൈവത്തിൻ്റെ സാമീപ്യവും, ദ നിയർനെസ് ഓഫ് ഗോഡ്, ദ ക്ലോസ്നെസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സാമീപ്യവും ദൈവത്തിൻ്റെ സാന്നിധ്യവും നിങ്ങളുടെ അരികിലുണ്ട്. നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളയാളേക്കാൾ നിങ്ങളുടെ വലം കൈയോട് ചേർന്ന്, നിങ്ങളുടെ ഇടം കൈയോട് ചേർന്ന് കർത്താവിൻ്റെ തിരുസാന്നിധ്യം കൂടെയുണ്ട്. കർത്താവിനെ നമുക്ക് ഈ സങ്കീർത്തനം എഴുതിയതായ ദാവീദ് രാജാവിനോട് ചേർന്ന് സ്തുതിക്കാം. നമുക്ക് പറയാം, ഓ ലോർഡ് അവർ ഗോഡ്, ഞങ്ങളുടെ കർത്താവായ യഹോവേ, അങ്ങയുടെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ദൈവത്തിൻ്റെ നാമം അത്ഭുതങ്ങളുടെ നാമമാണ്. യേശുവിൻ്റെ നാമം അത്ഭുതങ്ങളുടെ നാമമാണ്. ഇന്ന് പകൽ ആ നാമത്തെ നമ്മൾ ഉയർത്തുമ്പോൾ ദൈവത്തിൻ്റെ വിശേഷാൽ ഒരു സാന്നിധ്യം, ദി എക്സ്ട്രാ പ്രസൻസ് ഓഫ് ഗോഡ്, ഭൂമി മുഴുവനും ദൈവ സാന്നിധ്യമുണ്ടെങ്കിലും വെൻ വി വർഷിപ്പ് ഹിസ് ഓൾമൈറ്റി നെയിം, വെൻ വി വർഷിപ്പ് ഹിം, നാം അവനെ ആരാധിക്കുന്ന സമയത്ത് ആ സാന്നിധ്യം നമുക്ക് കുറെ കൂടെ അനുഭവമായിട്ട് നമ്മൾക്ക് രുചിച്ചറിയുവാനായിട്ട് കഴിയും എന്നത് നാം അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണ്. 8-ാമത്തെ സങ്കീർത്തനത്തിൽ 9 വാക്യങ്ങളാണുള്ളത്. നാം കഴിഞ്ഞ 7 ആഴ്ചകളായിട്ട് 1-ാം സങ്കീർത്തനം മുതൽ ദൈവത്തിൻ്റെ കീർത്തന പുസ്തകം, ദ ഹിംനൽ ബുക്ക് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കീർത്തന പുസ്തകം എന്നറിയപ്പെടുന്ന സങ്കീർത്തനങ്ങളിലൂടെ നാം പതിയെ യാത്ര ചെയ്യുകയാണ്. ഓരോ സങ്കീർത്തനങ്ങളിലായി ദൈവത്തെക്കുറിച്ചുള്ളതായ നമ്മുടെ പരിജ്ഞാനത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയിൽ നമുക്ക് വളർന്നു വരുവാൻ ദൈവം ഭാഗ്യം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ നാം 8-ാം സങ്കീർത്തനത്തിലൂടെ അല്പമായ ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനാണ് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. ഈ സങ്കീർത്തനത്തിലൂടെ ഓരോ വാക്യങ്ങളും പ്രത്യേകമായി എടുത്ത് ഒരു ടീച്ചിങ് അല്ല ഈ സങ്കീർത്തനങ്ങളിലൂടെ, യാത്രയിലൂടെ നാം ആഗ്രഹിക്കുന്നത്. ഓരോ സങ്കീർത്തനങ്ങളെയും കുറിച്ചുള്ള തിയോളജിക്കലായ, വേദശാസ്ത്രപരമായ വാക്യങ്ങളുടെ ഒരു വിശകലനമല്ല. ആ സങ്കീർത്തനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിപ്പാൻ ആ പരിശുദ്ധ റൂഹ പ്രാർത്ഥനാ മുറിയിൽ നൽകിയിരിക്കുന്നതായ ഏറ്റവും സുപ്രധാനമായ ഒരു അനുഗ്രഹിക്കപ്പെട്ട ആലോചന മാത്രമാണ് ഈ സങ്കീർത്തനങ്ങളിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിലെ ഒരു വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുന്നു. നിൻ്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ ബലം നിയമിച്ചിരിക്കുന്നുവല്ലോ. അപ്പോൾ ദൈവം നമ്മെ ഒരു ബലവാനായിട്ടാണ്, ഒരു സ്ട്രോങ് പേഴ്സണായിട്ടാണ്, വാഴുന്നവനായിട്ടാണ് ദൈവം നമ്മെ കാണുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവം നിങ്ങളെ ഒരു രാജകീയ പദവിയിലേക്ക്, ആമേൻ, ഗോഡ് ഹാസ് കോൾഡ് യു ടു റെയിൻ ആസ് എ കിങ്. ആമേൻ, ഗോഡ് മെയ്ഡ് യു എ കിങ്. കർത്താവ് നിങ്ങളെ ഒരു രാജാവാക്കി ആണ് വെച്ചിരിക്കുന്നത് എന്നാണ് ഈ വചനത്തിൽ പറയുന്നത്. മനുഷ്യനെക്കുറിച്ച് ലോകത്തിലെ പ്രമുഖരായ മനഃശാസ്ത്രത്തിലൂടെ
ഫിലോസഫിയിലൂടെയൊക്കെ മനുഷ്യനെ ദർശിച്ചതായ ആളുകളുടെയൊക്കെ വാക്കുകൾ നമ്മൾക്ക് ഒരു പക്ഷേ ഹൃദയത്തിൽ അല്പമായ ആശങ്കയുണ്ടാക്കുന്നതാണ്. ചാൾസ് ഡാർവിൻ, പരിണാമ സിദ്ധാന്തത്തിൻ്റെ സൃഷ്ടാവായ ചാൾസ് ഡാർവിൻ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന മാൻ ഈസ് ആൻ ആനിമൽ, കുരങ്ങിൽ നിന്ന് അടുത്ത ഇവല്യൂഷനിലൂടെ പരിണാമത്തിലൂടെ വന്ന 2 കാലിൽ നിൽക്കുന്ന ഒരു മൃഗം എന്ന് വിവക്ഷിക്കത്തക്ക നിലയിൽ, നിർവചിക്കത്തക്ക നിലയിലാണ് മനുഷ്യനെക്കുറിച്ച് ചാൾസ് ഡാർവിൻ എന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ലോകത്തെ കീഴ്മേൽ മറിച്ച ദൈവമല്ല, പരിണമിച്ചാണ് മനുഷ്യനുണ്ടായത് എന്നുള്ളത് മനുഷ്യനെ സ്വാധീനിച്ച വാക്കുകളാണ്. അതൊരു ശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തം മാത്രമാണ്, അതൊരു തെളിയിക്കപ്പെട്ട വസ്തുതയല്ല എന്ന് ഭൂരിഭാഗം ആളുകൾക്കും ഇന്നറിയാം. ലോകത്തിലെ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടി, മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. പരിണാമ സിദ്ധാന്തം കേവലം ഒരു തീസിസ് മാത്രമായി അത് ഒതുങ്ങിപ്പോയിരിക്കുകയാണ്. അപ്പോൾ ചാൾസ് ഡാർവിൻ എന്ന ആ മനുഷ്യനെ നിർവചിച്ചിരിക്കുന്ന മാൻ ഈസ് നത്തിങ് മോർ ദാൻ ആൻ ആനിമൽ, ഒരു മൃഗത്തിനപ്പുറമല്ല മനുഷ്യൻ എന്നുള്ള നിലയിലാണ്. മനഃശാസ്ത്രത്തിൻ്റെ പിതാവായ സിഗ്മണ്ട് ഫ്രോയിഡ് മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മാൻ ഈസ് എ സ്പോയിൽഡ് ചൈൽഡ്. ആമേൻ. നല്ലവണ്ണം ശ്രദ്ധിക്കപ്പെടാത്തതായ പിഴച്ചുപോയൊരു കുട്ടിയാണ്, വഴിതെറ്റിപ്പോയൊരു കുട്ടിയാണ്, ആർക്കും തിരിച്ചു വരാൻ കഴിയാത്തതായ ഒരു സ്പോയിൽഡ് ചൈൽഡാണ് മനുഷ്യനെന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിരിക്കുന്നത്. എത്രയോ വികലമായൊരു ചിന്ത എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ഇന്നും ലോകത്തെ സ്വാധീനിക്കുന്ന മാർക്സിയൻ സിദ്ധാന്തങ്ങളുടെ ദരിദ്രരെ സഹായിക്കുവാനും പാവങ്ങളെ സഹായിക്കുവാനുള്ളതായ മാർക്സിയൻ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായ യഹൂദനായിരുന്ന മതപാഠശാലയിൽ പഠിച്ചിരുന്ന കാൾ മാർക്സ് എന്ന ലോകത്തിലെ അറിയപ്പെടുന്ന മാർക്സിയൻ തത്വശാസ്ത്രങ്ങളുടെ ഉപജ്ഞാതാവായ കാൾ മാർക്സ് മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഓൺലി ആൻ എക്കോണമിക് ഫാക്ടർ. മാൻ ഈസ് ഓൺലി ആൻ എക്കോണമിക് ഫാക്ടർ. മനുഷ്യൻ വെറും സമ്പദ് വ്യവസ്ഥയിലെ ഒരു ചെറിയ ഘടകം മാത്രമാണ്. എന്നാൽ മനുഷ്യനെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാക്ക് ഈ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. നിങ്ങൾ ബൈബിൾ തുറന്ന് ആ വാക്യം നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവരണം. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. ഹി വാസ് ക്രൗൺഡ് വിത്ത് ഗ്ലോറി ആൻഡ് ഓണർ. തേജസ്സും ബഹുമാനവും അണിയിക്കപ്പെട്ടതായ ഒരു മനുഷ്യനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യനൊരു സ്പോയിൽഡ് ചൈൽഡല്ല, പിഴച്ചുപോയ ഒരു കുട്ടിയല്ല. മനുഷ്യൻ എവിടെയോ ഉള്ള സമ്പദ് വ്യവസ്ഥയിലെ ഒരു ചെറിയ ഘടകം മാത്രം എന്നുള്ളതല്ല. മനുഷ്യനൊരു സോഷ്യൽ ആനിമലാണ് എന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചിന്തകളല്ല. വേദപുസ്തകം ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന, ആമേൻ, നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന, എനിക്ക് നൽകിയിരിക്കുന്ന മനുഷ്യനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വാക്ക് ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. അടുത്ത വാക്യം പറയുന്നു, നിൻ്റെ കൈകളുടെ പ്രവർത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിലുള്ള, ഈ ഭൂമിയിലുള്ള സകലത്തെയും മനുഷ്യൻ്റെ കാൽ കീഴാക്കണമെങ്കിൽ മനുഷ്യനെ ഒരു ചക്രവർത്തിയായിട്ട്, ഒരു രാജാവായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെങ്കിൽ അതിൻ്റെ നഷ്ടങ്ങളൊക്കെ മനുഷ്യൻ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് നമ്മുടെ വർത്തമാനകാല ചരിത്രം. മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ചുള്ളതായ വേദപുസ്തകത്തിലെ ഏക പരാമർശനം നമുക്ക് കാണുവാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലാണ്. ആ വാക്യം ഞാനിവിടെ ഉദ്ധരിക്കാം. ഉൽപ്പത്തി പുസ്തകം, ആമേൻ, സൃഷ്ടികളുടെ ഗീതമെന്നറിയപ്പെടുന്ന, വേദപുസ്തകം പറയുന്ന സൃഷ്ടികളുടെ ചരിത്രം എന്നറിയപ്പെടുന്നതായ വേദപുസ്തകത്തിലെ 1-ാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഒറ്റ
ഒറ്റ വാക്യത്തിൽ രണ്ടാമതൊരു വാക്യം വേദപുസ്തകം ഉപയോഗിച്ചിട്ടില്ല. ആമേൻ. ജനസിസ് 2:7 യഹോവയായ ദൈവം നിലത്തിലെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ഒരു ഡിബേറ്റിനും വേദപുസ്തകം ഒരുങ്ങുന്നില്ല. വളരെ ലളിതമായി വേദപുസ്തകം പറയുകയാണ്. ആമേൻ. ദൈവം മനുഷ്യനെ നിലത്തിലെ പൊടിയിൽ നിന്ന് നിർമ്മിച്ചു. ഗോഡ് മെയ്ഡ് ഹിം ഔട്ട് ഓഫ് ദ ഡസ്റ്റ്. നിലത്തിലുള്ള പൊടിയിൽ നിന്ന് ദൈവം മനുഷ്യനെ നിർമ്മിച്ചിട്ട് മനുഷ്യൻ്റെ മൂക്കിൽ ദൈവത്തിൻ്റെ ജീവശ്വാസം, പരിശുദ്ധ റുഹ എന്ന് നമുക്ക് വിളിക്കാവുന്ന റുവായെ മനുഷ്യൻ്റെ മൂക്കിലേക്ക് ദൈവം കൈമാറിക്കഴിഞ്ഞപ്പോൾ ഹീ ബിക്കെയിം എ ലിവിങ് സോൾ. അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഈ ഒറ്റ വാക്യത്തിൽ മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ചുള്ള വേദപുസ്തകത്തിൻ്റെ മുഴുവൻ ചരിത്രവും ദൈവം ഒതുക്കുകയാണ്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം മനസ്സിലാക്കിക്കോണം, നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ നിൻ്റെ വിരലുകളുടെ പണിയാണ് യഹോവയായ ദൈവം മനുഷ്യനെ നിർമ്മിച്ചു. സ്വന്തം കരങ്ങൾ കൊണ്ട് നിങ്ങളെ നിർമ്മിച്ചു. ദൈവത്തിൻ്റെ ഫിംഗർ പ്രിൻ്റ്, ദൈവത്തിൻ്റെ വിരലടയാളം നിങ്ങളുടെ മേൽ ഉള്ളത് കൊണ്ട് അത് തെളിയിക്കപ്പെടുന്നത് നിങ്ങൾ ദൈവത്തിനുള്ളവരാണ്. ദൈവം നിങ്ങളെ നിർമ്മിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പർപ്പസിലേക്ക്, ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നിങ്ങൾ എത്തിച്ചെല്ലുവാൻ തക്കവണ്ണം നിങ്ങളുടെ മേൽ ദൈവത്തിനൊരു അധികാരമുണ്ട്. അങ്ങനെ സൃഷ്ടിച്ച മനുഷ്യനെക്കുറിച്ച് അതിൻ്റെ തൊട്ട് മുമ്പുള്ള അധ്യായത്തിൽ മനുഷ്യന് കൊടുത്തിരിക്കുന്ന അധികാരങ്ങളെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന 27, 28 വചനങ്ങൾ ഞാനിവിടെ വായിക്കാം. ജനസിസ് ചാപ്റ്റർ 1 വേഴ്സസ് 27 and 28. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ദൈവം ആദ്യത്തെ കുടുംബത്തെ സൃഷ്ടിച്ചതിൻ്റെ അതിൻ്റെ ഒരു ഉപക്രമം, അതിൻ്റെ ഒരു ഇൻട്രഡക്ഷനാണ് 1-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നത്. ആ സൃഷ്ടിയുടെ വിശദാംശം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. എങ്കിലും അതിൻ്റെ ഒരു പ്രില്യൂഡ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വാക്യത്തിലാണ്. ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അടുത്ത വാക്യം എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ദൈവം അവരെ അനുഗ്രഹിച്ചു. ഗോഡ് ബ്ലെസ്ഡ് ദ ഫസ്റ്റ് ഫാമിലി. ഗോഡ് ബ്ലെസ്ഡ് men and women. ദൈവം സ്ത്രീയെയും പുരുഷനെയും അനുഗ്രഹിച്ചു എന്നാണ്. അതുകൊണ്ട് അനുഗ്രഹം നിങ്ങളുടെ അവകാശമാണ്. ഒരു മനുഷ്യൻ്റെയും ഔദാര്യമല്ല. ദൈവം നിങ്ങളെ ബ്ലെസ്ഡ് ആയിട്ടാണ്, അനുഗ്രഹിക്കപ്പെട്ടവനായിട്ടാണ് ദൈവം നിങ്ങളെ നിർമ്മിച്ചത്, ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങളെ ഒരു ജീവനുള്ള ദേഹിയാക്കി തീർത്തത്. അതുകൊണ്ട് ഈ അനുഗ്രഹമെന്ന് പറയുന്നത് ഒരു മനുഷ്യന് നിങ്ങൾക്ക് നൽകുന്ന, ഒരു പ്രീച്ചറ് നിങ്ങൾക്ക് നൽകുന്ന, ഒരാൾ ദൈവവും നിങ്ങൾക്ക് നൽകുന്ന ചരടുകളോ അയാളുടെ ചാൻറ്റിങ്ങോ ഇതൊന്നുമല്ല നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം. ഗോഡ് ബ്ലെസ് ദം. ദൈവം അവരെ അനുഗ്രഹിച്ചു. അനുഗ്രഹം നിങ്ങൾ നഷ്ടപ്പെട്ടവരാണെങ്കിൽ ഇന്ന് പകൽ ഈ ശുശ്രൂഷയിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയം വരെയും നിങ്ങൾ ഈ വചനം ശ്രദ്ധിക്കുക. നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വലിയ മാരി, ആമേൻ, ദ ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്, ആമേൻ, ഈസ് ഗോയിങ് ടു ഫോൾ അപ്പോൺ യു. നിങ്ങളുടെ മേൽ ആ അനുഗ്രഹം ഇറങ്ങാൻ പോവുകയാണ്. എന്നിട്ട് വേഴ്സ് 28, ജനസിസ് ചാപ്റ്റർ വേഴ്സ് 28 എഴുതിയിരിക്കുന്നത്, ആമേൻ, സകലത്തെയും നിങ്ങൾ അടക്കി വാഴുവീൻ. reign over them, rule over them. ആകാശത്തിലെ പറവകളുടെ മേൽ, ഭൂമിയിലെ സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേൽ, ഭൂമിയിലെ സകല ജന്തുക്കളുടെ മേലും നിങ്ങൾ സകലത്തെയും അടക്കി വാഴണം. റൂൾ ഓവർ ഇറ്റ്, റെയിൻ ഓവർ ഇറ്റ്. അതിനെ നിങ്ങൾ വാഴണം. സകലത്തിൻ്റെ മേലും വാഴുവാനുള്ള ഒരധികാരവും ഒരവകാശവുമാണ് ദൈവം മനുഷ്യന് നൽകിയത്. എന്നാൽ ആമേൻ, വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഗോഡ് ക്രിയേറ്റഡ് യു
ആസ് എ കിങ്. ഗോഡ് ക്രിയേറ്റഡ് യു ആസ് ആൻ എംപറർ. നിങ്ങളെ ഒരു ചക്രവർത്തിയും രാജാവുമായിട്ടാണ് ദൈവം നിർമ്മിച്ചത്. എന്നാൽ സങ്കടമെന്ന് പറയട്ടെ, ആദ്യത്തെ കുടുംബം അവരുടെ കിരീടവും അവരുടെ ചെങ്കോലും സാത്താന് അടിയറ വെച്ചത് നിമിത്തമായി ഈ ഭൂമിയുടെ മേലും ദൈവം കൊടുത്ത അധികാരം മനുഷ്യന് കൊടുത്ത സകലത്തിൻ്റെ മേലും ഇന്ന് മനുഷ്യനേക്കാൾ ആധിപത്യവും അവകാശവും സാത്താൻ്റെ മേൽ വരികയാണ്. യേശു സാത്താനെ വിളിച്ചത് ദ പ്രിൻസ് ഓഫ് ദിസ് വേൾഡ് എന്നാണ്, ഈ ലോകത്തിൻ്റെ പ്രഭു എന്നാണ്. ഇന്ന് സാത്താൻ്റെ മേൽ അധികാരമുള്ള ഒരു മനുഷ്യനെയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്ന് കാൽവറിയിൽ യാഗമാകുന്നത് വരെയും മനുഷ്യന് നഷ്ടപ്പെട്ടതായ അവകാശങ്ങളുടെ സങ്കട ലോകത്താണ് മനുഷ്യൻ ജീവിച്ചിരുന്നത്. വി ലോസ്റ്റ് ദ ഡൊമീനിയൻ. ഹ്യൂമൻ ബീങ്സ് ലോസ്റ്റ് ദ ഡൊമീനിങ്, റെയിനിങ് പവർ, റൂളിംഗ് പവർ. മനുഷ്യനത് നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ കൊലോഷ്യൻസ് 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ കാണുന്നത് ഈ സാത്താനി അധികാരങ്ങളെ മുഴുവൻ ആയുധവർഗം വെപ്പിച്ച് കാൽവറി ക്രൂശിന്മേൽ യേശു ക്രിസ്തു ജയോത്സവം കൊണ്ടാടി. കർത്താവായ യേശു ക്രിസ്തു സാത്താൻ്റെ കയ്യിൽ നിന്ന് ആ അധികാരം തിരിച്ചു വാങ്ങി 4000 വർഷങ്ങൾക്ക് ശേഷം വീണുപോയ മനുഷ്യന് കാൽവറി ക്രൂശിലൂടെ ആ അധികാരം തിരിച്ചു വാങ്ങി കർത്താവ് മനുഷ്യന് കൈമാറിയിരിക്കുകയാണ്. ആ വാഴുവാനുള്ള അവകാശം നമുക്ക് കൈമാറിയിരിക്കുകയാണ്. പുതിയ നിയമത്തിലെ റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ വിശകലനങ്ങൾ നൽകുന്നുണ്ട്. വിശദമായ ഒരു വേദശാസ്ത്ര ചിന്തയിലേക്ക് ഇന്ന് പകൽക്കാലം കടന്നു പോകാൻ നമ്മുടെ ഈ വിർച്വൽ പ്ലാറ്റ്ഫോമിൽ, ഈ പ്ലാറ്റ്ഫോമിലുള്ളതായ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സമയം അനുവദിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ വിഷയം സംബന്ധിച്ച് പ്രാർത്ഥനയോ കൂടുതൽ വിശദീകരണങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ശ്രമിച്ചാൽ ദൈവത്തിൻ്റെ മനുഷ്യനായി നിങ്ങൾ തീരുവാനുള്ള ദൈവീയ പ്രക്രിയയെക്കുറിച്ച് കൂടുതൽ ദൈവവചനം നിങ്ങൾക്ക് നൽകും. പുതിയ നിയമത്തിലെ റോമാലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഏകൻ്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുമെങ്കിൽ മരണമെന്നുള്ളത് നമ്മുടെ ഫിസിക്കൽ ഡെത്ത് ഉൾപ്പെടെ മനുഷ്യന് ദൈവം കൊടുത്ത സകല അധികാരങ്ങളും മാറിയിട്ട് ഏകൻ്റെ ലംഘനത്താൽ ആമേൻ മരണം ആ ഏകൻ നിമിത്തം മനുഷ്യൻ്റെ മേൽ വാണു. മനുഷ്യൻ്റെ ആധിപത്യം നഷ്ടപ്പെട്ടു. എന്നാൽ അടുത്ത വചനം ലഭിക്കുന്നത് കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമർത്ഥം ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾ കൃപയുടെ സമൃദ്ധി പ്രാപിക്കുന്നവരായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കാരണം സൗജന്യമായി ദൈവം നൽകുന്നതാണ് ദ ഗ്രേസ് ഓഫ് ഗോഡ്, ദ അൺമെറിറ്റഡ് ഫേവർ. നിങ്ങൾക്ക് ഒരു യോഗ്യതയുമില്ല എന്നതാണ് കൃപ പ്രാപിപ്പാൻ നിങ്ങൾക്കുള്ളതായ യോഗ്യത. യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമായി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു പിതാവിൻ്റെ വലതുഭാഗത്ത് എല്ലാ നാമത്തിനും മേലായ നാമം ധരിച്ച് വേഗം വരുന്നവനായ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്താവായി നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഐ എം എ സിന്നർ, ഐ നീഡ് എ സേവിയർ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, മരണം എൻ്റെ മേൽ വാഴുകയാണ്, ആമേൻ, എന്നെ സാഹചര്യങ്ങൾ വാഴുകയാണ്, ആമേൻ, ഇമോഷൻസ് എൻ്റെ മേൽ വാഴുകയാണ്, രോഗം എൻ്റെ മേൽ വാഴുകയാണ്, കടഭാരങ്ങൾ എൻ്റെ മേൽ വാഴുകയാണ്. രാജാവായി ജീവിക്കേണ്ട നിങ്ങൾ ഇന്ന് പകൽ ഒരു അടിമയെപ്പോലെയാണോ ജീവിക്കുന്നതെന്ന് ഇന്ന് പകൽ നിങ്ങളെ തന്നെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ കണ്ണുനീര് കൊണ്ട് ഓരോ രാത്രികളിലും നിങ്ങളുടെ തലയിണകൾ നിറച്ച് നിങ്ങളുടെ ബെഡിൽ സങ്കടത്തോടു കൂടെ നാളുകളെ അഭിമുഖീകരിക്കുവാൻ നിങ്ങൾക്ക് ത്രാണിയില്ലാതെ കഴിവില്ലാതെ മരണത്തിന് വേണ്ടി ആത്മഹത്യയ്ക്ക് വേണ്ടി കൊതിച്ച് സാത്താൻ നിങ്ങളെ അറക്കുവാനും മുടിക്കുവാനും കൊല്ലുവാനും ശ്രമിക്കുമ്പോൾ ഇന്ന് പകൽ ജീവനും സമൃദ്ധിയായ ജീവനും കാൽവറിയിലൂടെ നമുക്ക് നൽകിയ യേശുവിനെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുകയാണ്. കാൽവറിയിൽ നിങ്ങൾക്ക് വേണ്ടി യാഗമായി ആമേൻ വാഴ്ചകളെയും അധികാരങ്ങളെയും കാൽവറിയിൽ ആയുധം വർക്കും വെപ്പിച്ച് തോൽപ്പിച്ച് യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ഇന്ന് വാഴുകയാണ്. ആ കർത്താവിൻ്റെ
കൃപ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ ചൊരിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നീതിദാനത്തിൻ്റെ സമൃദ്ധി. നിങ്ങൾ നീതിമാന്മാരല്ല. ഞാൻ കഴിഞ്ഞ സങ്കീർത്തനത്തിൽ നിങ്ങളത് ശ്രദ്ധിക്കണം. യൂട്യൂബ് ചാനൽ സാം 7 നിങ്ങൾ കടന്നു ചെല്ലണം. അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന വിഷയമുണ്ട്. നിങ്ങളുടെ സ്വയനീതിയും നിങ്ങളുടെ ന്യായപ്രമാണത്തിന് നീതിയും നിങ്ങളുടെ മതനീതിയും ഒക്കെ നിങ്ങളെ അടിമകളാക്കി മാറ്റുമ്പോൾ യേശു ക്രിസ്തുവിലെ നീതി നിമിത്തമായിട്ട് കൃപയുടെയും നീതിദാനത്തിൻ്റെ ഈ സമൃദ്ധി ലഭിച്ചവർ നഷ്ടപ്പെട്ടു പോയ കിരീടം ഇന്ന് കർത്താവ് നിങ്ങൾക്ക് മടക്കിത്തരും. നഷ്ടപ്പെട്ട ചെങ്കോൽ നിങ്ങൾക്ക് മടക്കിത്തരും. നിങ്ങൾ അടിമകളല്ല, നിങ്ങൾ ഉടമകളാണ്. നിങ്ങൾ അടിമകളല്ല, നിങ്ങൾ രാജാക്കന്മാരാണ് യേശു ക്രിസ്തുവിനോട് ചേർന്ന്. ആമേൻ. വെൻ യു അക്സെപ്റ്റ് ജീസസ് ക്രൈസ്റ്റ്, ആമേൻ, കർത്താവിനെ നിങ്ങൾ സ്വീകരിക്കുന്ന സമയത്ത് നിങ്ങൾ, ആമേൻ, God will make you a king. Amen. When you are a saved person, God made you a king. കർത്താവ് നിങ്ങളെ ഒരു രാജാക്കന്മാരാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. 8-ാമത്തെ സങ്കീർത്തനത്തിൽ ദൈവം നൽകിയ അധികാരം, സകലത്തിൻ്റെ മേലും അധികാരമുള്ളതായ ആ അധികാരം നഷ്ടപ്പെട്ടത് യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തമായി ദൈവം നിങ്ങൾക്ക് മടങ്ങി നൽകിയിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തെ നിങ്ങൾ സ്വീകരിക്കുക. മാനസാന്തരപ്പെട്ട്, ആമേൻ, കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് യേശുവിൻ നാമത്തെ നിങ്ങൾക്ക് അധികാരത്തോടുകൂടി ഉപയോഗിക്കുവാനുള്ള റൈറ്റ്ഫുൾ പേഴ്സണായി, ശരിയായ വ്യക്തിയായി തീരുവാൻ ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് സ്തുതിയോടെ ദൈവത്തിന് പറയാം, ഹൗ ഗ്രേറ്റ് ഈസ് യുവർ നെയിം, ഹൗ ഗ്രേറ്റ് ദൗ ആർട്ട്. അവിടുന്ന് എത്ര വലിയവനാണ്, അങ്ങയുടെ നാമം എത്ര ശ്രേഷ്ഠമാണ്. ഇനി ഞാൻ അടിമയല്ല. നോ മോർ ഐ എം എ സ്ലേവ്, ഐ എം എ കിങ്. ലിവ് ലൈക്ക് എ കിങ്, ടേക്ക് ഡൊമീനിയൻ ലൈക്ക് എ കിങ്. ഒരു രാജാവിനെ പോലെ അധികാരത്തോടുകൂടെ നിങ്ങൾക്കെതിരെ സാത്താൻ കൊണ്ടുവന്നിരിക്കുന്ന സകല ആയുധങ്ങളുടെ മൂർച്ചകളെയും അതിൻ്റെ ബലത്തെയും കാൽവറിയിൽ കെടുത്തിയതായ, തകർത്തതായ യേശുവിനെ വിളിച്ചപേക്ഷിച്ച് ജയാളികളായി തീരുവാൻ ദൈവം നിങ്ങൾക്ക് കൃപയുടെയും നീതിദാനത്തിൻ്റെ ഈ സമൃദ്ധിയാൽ വാഴുവാനുള്ള നിയോഗം നിങ്ങളുടെ മേൽ കൈമാറട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കാൽവറിയിൽ ഞങ്ങൾക്കായി യാഗമായി തീർന്ന നിമിത്തം നഷ്ടപ്പെട്ടതായ സകലത്തെയും അങ്ങ് മടക്കി തന്നു. Thy name is Redeemer. വീണ്ടെടുത്ത് തരുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഇന്ന് പകൽ ഇയ്യോബിനോട് ചേർന്ന് ഞങ്ങൾ പറയുന്നു, മൈ റെഡീമർ ലിവ്സ്. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. യേശു ക്രിസ്തു നിമിത്തമായി ഇന്ന് പകൽ മടക്കി തന്നതായ ആ ഡൊമീനിയനായി, ആ റൈനായി, ആമേൻ, വാഴ്ചയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോട് സ്തോത്രം. യേശു തമ്പുരാനെ, അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ രോഗങ്ങൾ അപ്രത്യക്ഷമായി സൗഖ്യമാകട്ടെ. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ സാമ്പത്തിക ക്ലേശങ്ങൾ അവിടുത്തെ മഹത്വത്തിനനുസരിച്ച് ബുദ്ധിമുട്ടുകൾ മാറിപ്പോകുമാറാകട്ടെ. അവർ കർത്താവിന് വേണ്ടി ജയാളികളായി രാജാക്കന്മാരെ പോലെ ജീവിപ്പാൻ കർത്താവിൻ്റെ നാമത്തിൽ കൃപ നൽകണമേ. അവരുടെ മേൽ വാഴുന്ന സകല പൈശാചിക ആധിപത്യങ്ങളെയും യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവപുത്രൻ്റെ നാമത്തിൽ അവ അഴിഞ്ഞു മാറുവാൻ കൽപ്പിക്കുകയാണ്. അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് പ്രോഗ്രാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വചനം പ്രയോജനപ്പെട്ടുവെങ്കിൽ, ആമേൻ, ഈ വചനം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ദയവായി നിങ്ങളൊന്ന് ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഒരു മിനിസ്ട്രിയായി, ഒരു ശുശ്രൂഷയായി ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതായി പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുകയാണ്. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു.